പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരിഃ ഓം. സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം ഗീതയുടെ, ഭഗവത്ഗീതയുടെ പ്രയോജനം എന്താണ് എന്നുള്ളത് ഭഗവാൻ ആദി മധ്യ അവസാനത്തിൽ ഗീതയിൽ മുഴുവനും പറഞ്ഞു വരുന്നു. എങ്കിലും ഗീത അവസാനിക്കുമ്പോ എന്താ ഇതിന്റെ പ്രയോജനം എന്ന് വെച്ചാൽ ശാന്തിം ഉപൈതി തതഃ പരാം ശാന്തിം ഉപൈതി സാക്ഷാത്. ഗീത ആരംഭിക്കുമ്പോ ഗീതയുടെ കമന്ററി ഭാഷ്യം എഴുതുമ്പോ ശങ്കരാചാര്യർ പറഞ്ഞു, അസ്യ ഗീതാശാസ്ത്രസ്യ പരമം പ്രയോജനം സംസാരസ്യ അത്യന്ത ഉപരമലക്ഷണം ജ്ഞാനം. സംസാരം എന്ന് വെച്ചാൽ തന്നെ ദുഃഖം എന്ന് തന്നെ അർത്ഥം. സമ്യക് സരതീതി സംസാര, ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്, പരിണമിച്ചുകൊണ്ടേയിരിക്കണു, ചേഞ്ച്, ഫ്ലക്സ്, മാറിക്കൊണ്ടേയിരിക്കുക. പുറത്ത് നോക്കിയാല് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് മാറ്റം. ശരീരത്തിൽ മാറ്റമുണ്ട്, മനസ്സിൽ മാറ്റമുണ്ട്, കാണുന്ന വസ്തുക്കളൊക്കെ പരിണമിച്ചുകൊണ്ടിരിക്കും. ദയവ് ചെയ്ത് ശ്രവണം ചെയ്യുമ്പോൾ എഴുതരുത്, എനിക്ക് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ശ്രവണം എന്ന് പറയുന്നത് ഒരു തപസ്സാണ്, ക്ലാസ് അല്ല. വേദാന്തം ക്ലാസ്സിൽ പഠിച്ചാൽ പ്രയോജനപ്പെടില്ല. വേദാന്തം നിങ്ങൾ മനസ്സിലാക്കിയാൽ പ്രയോജനപ്പെടില്ല. പലരും പറയണത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് പഠിപ്പിക്കുകയാണെന്നാണ്. അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടൊന്നും ഇത് ഉള്ളിൽ പോവില്ല. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ഇത് നല്ല വൈരാഗ്യത്തോടെ, വിവേകത്തോടെ. വൈരാഗ്യം എന്ന് വെച്ചാൽ എനിക്ക് ശാന്തി വേണം, അതാണ് വൈരാഗ്യം. അതുതന്നെയാണ് വിവേകം. ശാന്തി അല്ലാത്തതിനൊക്കെ തള്ളിക്കളയുന്നത് വൈരാഗ്യം. ശാന്തിയെ മാത്രം ആഗ്രഹിക്കുന്നവനാണ് മുമുക്ഷു. ഇതൊരു പുതിയ ഡെഫിനിഷൻ ആയിരിക്കാം. മോക്ഷം ആഗ്രഹിക്കുന്നവൻ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കും അറിയില്ല. മുക്തി വേണം. മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? ചിലർ ഈ മുക്തി എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു കാര്യമാണെന്നേ പലർക്കും അറിയുള്ളൂ, അല്ലേ? ഇപ്പൊ സമാധി എന്ന് പറഞ്ഞാൽ ആളുകൾ ധരിക്കുന്നത് ശവകുടീരം എന്നാണ്. ഭഗവാൻ ഗീതയിൽ പറയണു, മനസ്സിന്റെ സമസ്ഥിതി സമാധി, ആത്മാവിന്റെ സ്വരൂപവൻ, അല്ലേ? ഇതുപോലെ വെർബൽ ഡെലൂഷൻ ഒരുപാടുണ്ട്. അതുപോലെ മുമുക്ഷു ആരാണ്? സത്സംഗത്തിന് അധികാരി ആരാണ്? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, 10ാം അധ്യായം തൊട്ട് കുറച്ച് വിട്ടുപോയതൊക്കെ എന്നെ ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ പ്രാവശ്യത്തോടെ കഴിഞ്ഞു.
അപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഉള്ള ആളുകൾ പലരെയും ഇപ്പൊ കാണാനില്ല. ശ്രവണത്തിന്റെ പ്രയോജനം മനസ്സിലാക്കലല്ല, പഠിക്കലല്ല, ബൈഹാർട്ട് ചെയ്യലല്ല. ഗീത കോമ്പറ്റീഷൻ അല്ലേ എല്ലായിടത്തും നടക്കുന്നു. നല്ലത്, ശ്ലോകം ബൈഹാർട്ട് ചെയ്യാൻ ഒരു പ്രയോജനപ്പെടും. പക്ഷെ അതൊക്കെ കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ പിള്ളേർ മറന്നുപോവുക, അതൊന്നും പ്രയോജനപ്പെടുന്നില്ല. ഇപ്പോ ഭജന കോമ്പറ്റീഷൻ அப்படியா இருக்கு. இப்போ നാമസംഖ്യ ഭക്തി കോമ്പറ്റീഷൻ, ധ്യാനം കോമ്പറ്റീഷൻ ഒക്കെ വരും തോന്നുന്നു. ശാന്തി വേണം എന്ന് അത് മാത്രം, അതിനെ മാത്രം വരിക്കുന്ന ആള് വരണം. വരിക്കുന്നവൻ, വരിക്കപ്പെടുന്നവനാണ് ഈശ്വരൻ. ഈശ്വരന്റെ സ്വരൂപമാണ് ശാന്തി എന്ന് പറയുന്നത്. ശാന്താകാരം ഭുജഗശയനം അല്ലേ. ആ രണ്ടു വാക്ക് വളരെ അർത്ഥവത്താണ്. ശാന്തിയുടെ ആകാരത്തിലുള്ള ഭഗവാൻ പാമ്പിന്റെ മേലെ കിടക്കണമെന്നാണ്. പാമ്പിന്റെ മേലെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? പാമ്പിന്റെ മേലെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഭുജകം എന്ന് വെച്ചാൽ പാമ്പ്, സംസാരമാണത്. സംസാരത്തിന്റെ നടുവിൽ ഇരുന്നു കൊണ്ട് ശാന്താകാരം, ശാന്തമായിട്ടിരിക്കും. അപ്പൊ ഈ ശാന്തിയെ മാത്രം വരിക്കുകയാണ്, ഓൺലി പർപ്പസ്. അങ്ങനെയുള്ള ആളെയാണ് മുമുക്ഷു എന്ന് പറയുന്നത്. അയാൾ മാത്രമാണ് ഈസ് ദ ഓൺലി പേഴ്സൺ ഹു ഈസ് എ സ്പിരിച്വൽ സീക്കർ. എനിക്ക് ഭാഗവതം പഠിക്കണം, ഗീത പഠിക്കണം, നാരായണീയം പഠിക്കണം, ഒക്കെ പഠിച്ചോളൂ. പക്ഷെ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നാലാളുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ സമ്മാനം വാങ്ങിക്കാനോ അല്ലെങ്കിൽ അറിയാനുള്ള ആഗ്രഹമാണെങ്കിൽ പോലും നിങ്ങൾ മുമുക്ഷുവല്ല. അതുകൊണ്ടാണ് പറയുന്നത് എഴുതരുത് എന്ന് പറയുന്നത്. എഴുതിയാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല. എത്രയോ എഴുതി, എത്രയോ പഠിച്ചു ഇല്ലേ. സ്കൂളിൽ മുഴുവൻ എത്ര ഇമ്പോസിഷൻ എഴുതിയൊക്കെ പോയി, പഠിച്ചതൊക്കെ പോയി. പഠിച്ചതൊക്കെ പോയി. ഋഷികളുടെ ഒരു പഠിപ്പുണ്ട്. ആ പഠിപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ, സത്യം വദ എന്ന് ഗുരു പറയുമ്പോ പഠിച്ചാൽ പിന്നെ അവന്റെ വായിൽ നുണ വരില്ല. അങ്ങനെ വേണം പഠിക്കാൻ. അല്ലാതെ സത്യം വദ എന്ന് പഠിച്ചിട്ട് പിന്നെ സത്യം നുണ പറയാതിരിക്കാൻ പിന്നെ ഒരു പ്രാക്ടീസ് ഇല്ല. അതുപോലെ ഗുരു ആത്മവിദ്യ ഉപദേശിക്കുമ്പോ, ശ്രവണം ചെയ്യുമ്പോ, അത് കേൾക്കുമ്പോ തന്നെ ഞാൻ ആത്മാവാണ്, ശരീരമല്ല എന്നുള്ള ബോധം വരണം. അങ്ങനെ ശ്രവിക്കണം. കൺവിക്ഷൻ അപ്പ വരണം കേൾക്കുമ്പോ. അങ്ങനെ കേൾക്കാൻ കഴിയണമെങ്കിൽ ചിലർക്ക് കേൾക്കാൻ സാധിക്കണില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ദോഷമുണ്ട്. എന്താ ദോഷത്തിന്റെ മുഖ്യ ഹേതു? ശാന്തി അല്ലാതെ വേറെ എന്തോ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കുഴപ്പം. എന്തോ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ലൗകിക ആഗ്രഹമൊക്കെ വിട്ടോളൂ. നിങ്ങളുടെ പ്രാരബ്ധത്തിന്റെ ബുദ്ധിമുട്ടുകളോ, ജോലി വേണം, പണം വേണം, വിശപ്പ്, ആഹാരം വേണം, അതൊന്നും കുഴപ്പമില്ല. ഈ കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശാന്തി വരില്ല. നിങ്ങളുടെ പ്രാരബ്ധത്തിന്റെ വിഷമമൊന്നും ഭഗവാന് പ്രശ്നമേ അല്ല. ഭഗവാൻ ഗീതയിൽ പറയണത് ചില ആഗ്രഹങ്ങളൊക്കെ എന്റെ സ്വരൂപമാണ് എന്ന് പറയുന്നു ഭഗവാൻ. ഏത് ആഗ്രഹം എന്ന് വെച്ചാൽ ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ചില ആഗ്രഹമില്ലാതെ ജീവിതമേ ഇല്ല അല്ലേ. വിശക്കണു, അതൊരാഗ്രഹമല്ലേ. ഇനി മുതൽ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി
വിശപ്പ് ഊണ് ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കുഴി കുഴിച്ചു വെക്കാം അല്ലേ? അതൊക്കെ പറയാൻ പറ്റുമോ? അതേപോലെ ജീവിതത്തിൽ നമ്മൾ ജനിച്ച സന്ദർഭത്തിനനുസരിച്ചുള്ള ചില ധർമ്മങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭഗവാൻ പറയണത് അതൊക്കെ എന്റെ സ്വരൂപമാണെന്നാണ്. അതൊന്നും വിരോധമല്ല. വിരോധം നമ്മള് സത്സംഗത്തിലേക്ക് വന്നിട്ട് ഈ ബ്രഹ്മവിദ്യ നിങ്ങൾ എന്തിനു കേൾക്കണം, ഗീത എന്തിനു കേൾക്കണം, അത് ഗീത പഠിക്കണം. എന്തിനാ പഠിക്കണത്? ഒരു ബോംബെയില് ഒരു വലിയ ജ്ഞാനി ഉണ്ടായിരുന്നു. ബോംബെയിലെ ഒരു ജ്ഞാനി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ വിചിത്രമാണ്. ഒരു സിറ്റി, വളരെ മോശമായ സ്ഥലത്ത്. അദ്ദേഹത്തിന്റെ ജോലി എന്താന്ന് വെച്ചാൽ ബീഡി തിരക്കലായിരുന്നു. നിസർഗദത്ത മഹാരാജ്. അദ്ദേഹത്തിനടുത്ത് ഗീത ക്ലാസ് എടുക്കുന്ന ഒരു സ്വാമി വന്നു. വളരെ എനിക്കെല്ലാം അറിയാം എന്നുള്ള ഭാവമുണ്ട്. എന്നിട്ട് എന്തോ കാര്യമായിട്ടൊരു സീരിയസ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ മഹാരാജ് പറഞ്ഞു, നീ ഇനിയും ആരോ എഴുതി വെച്ചതൊക്കെ ഛർദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഇനിയും ഇത് അനുഭവമില്ല. നീ ചോദ്യം ചോദിക്കും. എല്ലാവരുടെ മുമ്പിലും വെച്ച് യു സ്റ്റിൽ വോമിറ്റിംഗ്. ഈ ശാസ്ത്രം ഒന്നും നമുക്ക് പ്രയോജനപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ത് പ്രയോജനം? ശാന്തി ഇല്ലെങ്കിൽ ഒക്കെ വേസ്റ്റ്. ഉയിന്തത് ഒன்று അല്ല എന്ന് അറിയി. ഭഗവാൻ, നമ്മുടെ ഭഗവാൻ ഒരു തമിഴിലൊരു പാട്ട് എഴുതി, കற்றവர்களிൽ കല്ലാതാറേ ഉയിന്താർ. ഈ പഠിച്ചിട്ട് ഉള്ള ആളുകൾക്ക് ഒരുപാട് വിഷമാണെന്നാണ്. എന്താന്ന് വെച്ചാൽ കിട്ടിയതൊന്നും പോരാ, റെക്കഗ്നിഷൻ പോരാ, അവാർഡ് കിട്ടിയില്ല, നോബൽ പ്രൈസ് കിട്ടിയില്ല, പത്മഭൂഷൺ കിട്ടിയില്ല, പിന്നെ സമ്പാദിച്ചതൊന്നും പോരാ അല്ലേ? ഇപ്പൊ അധ്യാത്മലോകത്തിലുള്ള മായ പോലെ വേറെ ഒരിടത്തുമില്ല. ഇത്തിരി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ അമേരിക്കയിൽ പോയി ലെക്ചർ അടിക്കാൻ വല്ല സന്ദർഭം കിട്ടുമോ? ഇത് ശങ്കരാചാര്യർ അന്നേ പറഞ്ഞു, ശ്രുതിശത നിഗമാന്ത ശോധകാനപി അഹ ധനാദിനിദർശനേന ഭൂയ കലുഷയതി ചതുഷ്പദാദി അഭിന്നാൻ അഘടിത ഘടനാ പടീയസി മായാ. ഈ മായ നല്ലവണ്ണം വേദാന്ത ശാസ്ത്രവും ഒക്കെ അറിയുന്ന ആളുകളെ പോലും നാൽക്കാലികളെ പോലെ നടത്തിപ്പിക്കുകയാണ് ആഗ്രഹം കൊണ്ട്. ഗീതയും വേദാന്തവും ഉപനിഷത്തും ഒക്കെ എന്തിനാണ് എന്ന് ആദ്യം തീരുമാനിക്കും. ശ്രവണത്തിന് മുമ്പ് ശരിക്കും നമുക്ക് ശ്രവണം ചെയ്യണമെങ്കിൽ നേരെ സെന്ററിലേക്ക് പോകണമെങ്കിൽ ഉള്ളില് ഒരു ഫസ്റ്റ് നമ്മൾ സാധാരണ വൈദിക കർമ്മങ്ങൾക്കൊക്കെ പറയും ആദ്യം ഒരു സങ്കല്പം ചെയ്യാമെന്ന്. അതുപോലെ ശ്രവണത്തിന് മുമ്പ് ഒരു സങ്കല്പമാണ്, എനിക്ക് ശാന്തി വേണം. ശാന്തി മാത്രമേ വേണ്ടൂ. അവനാണ് മുമുക്ഷു. എനിക്ക് ശാന്തി വേണം, ശാന്തി മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും ആഗ്രഹിക്കരുത്. അധ്യാത്മമായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭക്തി, ധ്യാനം മുതലായിട്ടുള്ളത് പോലും ആഗ്രഹിക്കരുത്. ബാക്കിയൊക്കെ വന്നോളും, പുറകെ വന്നോളും. ശാന്തി വേണം. കാരണം ശാന്തിയെ വരിക്കുന്നവൻ ആത്മാവിനെ വരിക്കണു. അപ്പൊ ശാന്തിയെ ഭഞ്ജിക്കണതൊക്കെ നമ്മൾ താനെ തള്ളിക്കളയുന്നു. ശാന്തി എന്ന് പറയണത് നേടിയെടുക്കേണ്ടതല്ല, അത് നമ്മളുടെ സ്വരൂപമാണ്, സ്വഭാവമാണ്. ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ശാന്തിയുണ്ട്, ഒന്നും അറിയാനില്ലെങ്കിൽ ശാന്തിയുണ്ട്, ആഗ്രഹമില്ലെങ്കിൽ ശാന്തിയുണ്ട്. അപ്പൊ ഈ ആഗ്രഹം, ചെയ്യല്, അറിയല് ഒക്കെ ശാന്തിയെ ഭഞ്ജിക്കുന്നു കുറച്ചു നേരത്തേക്ക്. അത് അടങ്ങിക്കഴിയുമ്പോൾ ശാന്തി. അപ്പൊ ശാന്തി എപ്പോഴും ഉണ്ട്. ആഗ്രഹിക്കുന്നത് കൊണ്ട് ശാന്തി അറിഞ്ഞില്ല, എന്തോ ചെയ്യുന്നത് കൊണ്ട് ശാന്തി അറിഞ്ഞില്ല,
ചിന്തിക്കുന്നത് കൊണ്ട് ശാന്തി അറിഞ്ഞില്ല. ഇനി കുറച്ചും കൂടെ മേലെ പോയി കഴിയുമ്പോൾ അറിയും, ഉറങ്ങുന്നത് കൊണ്ട് ശാന്തി അറിയണില്ല. ശാന്തി, ഉത്തമമായ ശാന്തി നമ്മളുടെ സ്വരൂപമാണ്. അതിന് എപ്പോഴും അതിന്റെ സ്വഭാവം തന്നെ അത് മംഗളമാണ്, പൂർണ്ണമാണ്. ശിവം ശാന്തം അദ്വൈതം. ആ ശാന്തിയാണ് അധ്യാത്മജീവിതത്തിന്റെ ഫലം. പഴുത്ത പഴം. ഒരു ജ്ഞാനിക്ക് എന്താ അയാൾക്ക് ഇപ്പൊ പ്രത്യേകമായിട്ട് ഒരു അനുഭവം ഉള്ളത് എന്നുവെച്ചാൽ ഒന്നുമില്ല, ശാന്തി, സമാധാനം. ആ ശാന്തി ഹൃദയത്തിലുള്ളപ്പോ ധന്യതയുണ്ട്. ആ ശാന്തി യാതൊന്നുകൊണ്ടും ഭഞ്ജിക്കപ്പെടാതെ ഇരിക്കുന്നതിനെ ഭഗവാൻ ഗീതയില് യോഗം എന്ന് വിളിച്ചു. ഒരു പ്രശ്നവുമില്ലെങ്കിൽ ശാന്തി ഉണ്ടെങ്കിൽ പോരാ. അത് കാട്ടിലിരിക്കുമ്പോ ശാന്തിയുണ്ട്, ഗുഹയിലിരിക്കുമ്പോ ശാന്തിയുണ്ട് അല്ല. തുഷാരകരബിംബാക്ഷം മനോയസ്യ നിരാകുലം മരണ ഉത്സവയുദ്ധേഷു സശാന്ത ഇതി കഥ്യത്തെ. മരണം നടക്കുമ്പോ, ഉത്സവം നടക്കുമ്പോ, യുദ്ധം നടക്കുമ്പോ അതിന്റെ നടുവിലൊക്കെ തന്നെ ഈ ശാന്തി ഭഞ്ജിക്കപ്പെടുന്നില്ല. ദുഃഖേഷു അനുദ്വിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതധീഹി മുനിരുച്യത്തെ എന്ന് ഭഗവാൻ മുനിക്ക് ലക്ഷണം പറഞ്ഞു. ദുഃഖേഷു അനുദ്വിഗ്നമനഃ. ദുഃഖം വരാതിരിക്കോ? ലോകത്തിൽ ജനിച്ചാൽ ജീവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ദുഃഖം വന്നുകൊണ്ടേയിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാൽ ചളിയാവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ഒന്നും ചെയ്യണ്ട, ചളി ആയിക്കോളും. വൃത്തിയാവാനേ കുളിക്കണ്ടു, ചളിയാവാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ജീവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പ്രാരബ്ധത്തിന്റെ വിഷമങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അനുദ്വിഗ്നമനാഹ. നമ്മള് ധരിക്കുന്ന ദുഃഖം വരാതിരിക്കാൻ വല്ല വഴിയുണ്ടോന്നാണ്. ദുഃഖം വരാതിരിക്കാൻ വഴിയില്ല, ബാധിക്കപ്പെടാതിരിക്കാൻ വഴിയുണ്ട്. ദുഃഖം വരാതിരിക്കില്ല. കാരണം ശരീരം എടുക്കുമ്പോ തന്നെ നമ്മള് ദുഃഖം എടുത്തു കഴിഞ്ഞു. ശരീരം എടുക്കുമ്പോ തന്നെ സുഖത്തിനെ എടുത്തു കഴിഞ്ഞു. സുഖമും ദുഃഖം തന്നെയാണ്. യോഗിക്ക് സുഖമും ദുഃഖം തന്നെയാണ്. സുഖം ഒരു വലിയ ദുഃഖമാണ്. ഒരുപാട് സുഖിച്ചാൽ, ഇന്നത്തെ മോഡേൺ സൈക്കാട്രിയുടെ ഒരു റിസർച്ചാണ് അവർ പറയണത്, ഒരുപാട് പ്ലഷർ അനുഭവിച്ചാൽ അയാൾ സൂസൈഡ് ചെയ്യും എന്നാണ്. ദ സോൾ വിൽ ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. എന്താന്ന് വെച്ചാൽ ശരീരത്തെ തന്നെ നിൽക്കണു അല്ലേ? സുഖമൊക്കെ ശരീരത്തിന്റെ ആണല്ലോ. അപ്പൊ ഉള്ളില് ഒരു ശൂന്യത വന്നിട്ട് ചത്തുപോകണം തോന്നും. എന്നുവെച്ചാൽ ശരീരത്തിനെ ഇല്ലാതാക്കണം തോന്നിപ്പോവും. അതുകൊണ്ട് സുഖവും ഒരു ദുഃഖം തന്നെയാണ്. അദുഃഖം അസുഖം സമം എന്നാണ് ഭാഗവതത്തില് കപില ഭഗവാൻ യോഗസ്ഥിതിയെ വ്യാഖ്യാനിക്കുന്നത്. അവിടെ ദുഃഖവുമില്ല, സുഖവുമില്ല, ശാന്തി മാത്രം. ശാന്തി ആത്മാവിന്റെ സ്വരൂപമാണ്. നിരന്തരമായ ശാന്തിയാണ് സമാധി എന്ന് പറയണത്. ശാന്തി തന്നെയാണ് ആത്മാ എന്ന് പറഞ്ഞത്. ശാന്തോയം ആത്മാ. ആ ശാന്തി തന്നെയാണ് ഭഗവാന് ശരണാഗതി ചെയ്യണ ഭക്തന് കിട്ടുന്ന വലിയ ഫലം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത് പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ശാന്തി എന്ന് പറയുന്നത് ഒരു അമൃതം, ഒരു ഔഷധം, ഒരു രസായനം അല്ലെ? സത്സംഗത്തില് സുഖമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ ശാന്തിയായിട്ടിരുന്നു. അല്ലാതെ സത്സംഗത്തിൽ നിന്ന് എന്ത് കിട്ടാൻ പോണു? ശ്രവണം ചെയ്യുന്നത് ഫലം എന്താ? എന്തെങ്കിലും അറിയാനാണെങ്കിൽ
സത്സംഗത്തിന്റെ ആവശ്യമൊന്നുമില്ല. ക്ലാസ്സിൽ എവിടെയെങ്കിലും പോവാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ തന്നെ കിട്ടും. നിങ്ങൾക്കിപ്പോ നെറ്റിൽ പോയാൽ തന്നെ കിട്ടും അല്ലേ? നമുക്ക് ശാന്തി എന്ന് പറയുന്നതാണ് ആത്മാവിന്റെ സ്വരൂപം. അതാണ് സംസാരത്തിന്റെ അത്യന്ത ഉപരമ ലക്ഷണം ജ്ഞാനം എന്ന് പറഞ്ഞു ഭഗവത്പാദർ. ജ്ഞാനം എന്ന് വെച്ചാലും ശാന്തിയാണെന്നാണ്. ജ്ഞാനം എന്ന് പറയണമല്ലോ. എന്താ ജ്ഞാനം എന്ന് പറഞ്ഞ ഉടനെ നമുക്കൊരു മിസ്റ്റേക്ക് വരണത് അറിവാണെന്നാണ്. അറിവെന്നാവട്ടെ, അറിവെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? അഗ്നിയെ എപ്പോ അറിയാൻ പറ്റും? അഗ്നിയായിട്ട് തീരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മൈവ സൻ ബ്രഹ്മാപ്യേതി. ബ്രഹ്മത്തിനെ അറിയുന്നവൻ എങ്ങനെ അറിയണു? ബ്രഹ്മമായിട്ട് ഇരുന്നു കൊണ്ട് അറിയണു. ആത്മാവിനെ അറിയണവൻ എങ്ങനെ അറിയണു? ആത്മാവായിട്ട് ഇരുന്നറിയണു. അല്ലാതെ ബുദ്ധി കൊണ്ട് മാത്രമല്ല. വിട്ടുനിന്നുള്ള അറിവല്ല, സ്വയം അത് തന്നെയായിട്ടുള്ള അറിവ്. ആ ശാന്തി, ഇടതടവില്ലാത്ത ശാന്തി, അവിഛിന്നമായ ശാന്തി, അത് തന്നെയാണ് ആത്മാവിന്റെ സ്വരൂപം. അത് എപ്പോഴും നമ്മളുടെ പുറകുണ്ട്. എപ്പോഴുണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഏത് അജ്ഞാനിയുടെയും ദുഷ്ടന്റെയും ഉള്ളിലും ആ ശാന്തി സദാ ഒരു സ്ക്രീൻ പോലെ, അധിഷ്ഠാനം പോലെ ഉള്ളിലുണ്ട്. പിന്നെ എന്താ അറിയാത്തത്? അത് അറിയാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ചു നേരം ഒന്നും ചെയ്യാതിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്യണത് കൊണ്ടാണ് അത് അറിയാത്തത്. നകിഞ്ചിതപി ചിന്തയേത് എന്ന് ഭഗവാൻ പറഞ്ഞു. ആത്മാവിനെ വരിച്ചിട്ട് കുറച്ചു നേരം നകിഞ്ചിതപി ചിന്തയേത്. കാരണം ഈ ചിന്ത, പ്രവൃത്തി, ഇത് രണ്ടും കാരണം നമ്മളുടെ സ്വരൂപത്തിലുള്ള ശ്രദ്ധ വിട്ടുപോകും. ആത്മസംസ്ഥം മനഃകൃത്വാ നകിഞ്ചിതപി ചിന്തയേത്. മനസ്സിനെ സ്വരൂപത്തിൽ ഇരുത്തി അതായിട്ട് ഇരിക്കുക. ഇതാണ് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞത്. ഈശ്വര അനുഗ്രഹ ഫലം ജ്ഞാനമാണ്. തേഷാമേവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹാം നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. ഭക്തി, ഭഗവാന്റെ അടുത്ത് നിരന്തര അനുസന്ധാനമാണ് ഭക്തി. ആ അനുസന്ധാനം ഉള്ളവർക്ക് ഈശ്വര അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് അജ്ഞാനം നീങ്ങാം. അജ്ഞാനം എങ്ങനെയാ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് പുറത്തെവിടെയോ ഒരു സത്യമുണ്ട് എന്നുള്ള ഭ്രമമാണ് അജ്ഞാനം. നമുക്ക് പുറത്തെവിടെയോ എന്തോ നേടിയെടുക്കാനുണ്ട്. എന്റെ പൂർണ്ണത്വത്തിന് എന്തോ ഒരു സാധനത്തിന്റെ കുറവുണ്ട് എന്നൊരു തോന്നലുണ്ട്. അതാണ് തമഹ, ഇരുട്ട് എന്ന് പറഞ്ഞു ഭഗവാൻ. അജ്ഞാനജം തമഹ. ആ ഇരുട്ടിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ വിഭൂതി അകത്തിരിക്കുന്നു. അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. എല്ലാവരുടെയും അന്തര്യാമിയായ ആത്മാവായി സദാ ഞാൻ എല്ലാവരുടെ ഹൃദയത്തിലും ഹേ ഗുഡാകേശ. ഉറക്കൊഴിച്ച് തപസ് ചെയ്തിട്ടുള്ളവനാണ് അർജുനൻ. അങ്ങനെയുള്ള ഹേ ഗുഡാകേശ,
ഞാൻ എല്ലാവരുടെയും ഹൃദയത്തില് ഞാൻ എന്നുള്ള അനുഭവസ്വരൂപമായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കണു. അഹംപദത്തിന്റെ പൊരുളായിട്ട്, അർത്ഥമായിട്ട് ഞാൻ സിദ്ധവസ്തുവാണ്, ഈശ്വരൻ സിദ്ധവസ്തുവാണ്. ഇതാണ് ഗീതയുടെ നിർണയരൂപമായ അർത്ഥം. 13-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഇത് പറഞ്ഞു. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. എല്ലാവരുടെ ശരീരത്തിലും ക്ഷേത്രജ്ഞനായിട്ട് ജ്ഞപ്തി രൂപത്തില്, അനുഭവരൂപത്തില് ഞാൻ സിദ്ധനാണ്. ആദിയിലും മധ്യത്തിലും അവസാനത്തിലും ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും സുഖിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും ഒക്കെ മാറാതെ പുറകെ ഒരു നമ്മൾക്ക് വിട്ടുപോവാത്ത ഒരു കാര്യമുണ്ട് നമ്മൾ തന്നെ. ബാക്കിയൊക്കെ വന്നു വന്നു പോകും അല്ലേ? മഴയുണ്ട്, മഴ പോകും. നിങ്ങളൊക്കെ വന്നു, നിങ്ങൾ പോകും. മനസ്സിൽ നല്ല വിചാരം വരും, പോകും. ചീത്ത വിചാരം വരും, പോകും. ഉറക്കം വരും, പോകും. ധ്യാനം വന്നു, ആഹാ, വന്നു പോയി. 24 മണിക്കൂറും 365 ദിവസവും ആയുസ് മുഴുവനും അനുസ്യൂതമായ കാലം മുഴുവനും മാറാതെ നിങ്ങളുടെ കൂടെ നിങ്ങളുണ്ട്. ഈശ്വരൻ പോലും ഇല്ല, പ്രപഞ്ചം പോലും ഇല്ല, ഒന്നുമില്ല. നിരന്തരം ഒരു റൂമിൽ തനിയെ ഇരുന്നാൽ എന്തുണ്ടോ അത് മാത്രമേ ഉള്ളൂ സത്യം. സുഷുപ്തി അവസ്ഥയിൽ യാതൊന്ന് ബാക്കിയുണ്ടോ അത് മാത്രമേ ഉള്ളൂ സത്യം. ബാക്കി എന്തൊക്കെ ജാഗ്രതത്തിലും സ്വപ്നത്തിലും വരണോ ഒക്കെ പോയി പോകും. ഉറക്കത്തില് ഏതൊന്ന് അവശേഷിക്കണോ അതാണ് നിങ്ങളുടെ സ്വരൂപം, അതാണ് നിങ്ങള്, അതാണ് ആത്മാവ്, അതാണ് ബ്രഹ്മം, അത് തന്നെ ശിവൻ, അത് തന്നെ വിഷ്ണു, അത് തന്നെ കൃഷ്ണൻ. അതൊരിക്കലും മാറണേയില്ല. അത് ശാശ്വതമായ സത്യം, ഇത് നിരന്തരമുള്ള വസ്തു. ഇതിനെ കേൾക്കണം, ഇതിനെ നിരന്തരം മനനം ചെയ്യണം, ഉള്ളിലിട്ട് കടയണം, നിധിധ്യാസനം ചെയ്യണം. നിധിധ്യാസനം ചെയ്യാന്ന് വെച്ചാൽ അതിനെ പ്രത്യക്ഷമായിട്ട് ഉള്ളിൽ അനുഭവിക്കണം. അത് മങ്ങിപ്പോവാതെ നോക്കണം. ഇങ്ങനെയുള്ള സാധനകൾ കൊണ്ട്, തപസ് കൊണ്ട് ജ്ഞാന ബഹവോ ജ്ഞാന തപസാ പൂതാഹ, ഒരു പ്യൂരിഫിക്കേഷൻ, ഉള്ളിൽ ഒരു പരിശുദ്ധി വരണം. എന്താ പരിശുദ്ധി എന്ന് വെച്ചാൽ ഈ കള്ളം നമ്മളിൽ ഒരുപാട് അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്, അത് മുഴുവൻ കഴുകിക്കളയപ്പെടണം. പൊയ് തീർന്ന് മെയ് ആണാർ. ഒരു ഭക്തൻ പാടി, ഈ പൊയ് തീർന്നു പോണമെന്നാണ്. കള്ളം തീർന്നു പോവുക. പലതിലും ഇതിലുണ്ടോ അതിലുണ്ടോ ഇവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ ഓരോ വിശ്വാസം. എല്ലാം മാറ്റി നോക്കുമ്പോൾ അവശേഷിക്കുന്ന ഒരു ചിത്ത്, ഒരു സത്ത്, ഉള്ള വസ്തു. അത് തന്നെ വലിയ വിഭൂതി. ഈശ്വരന്റെ ഏറ്റവും വലിയ വിഭൂതി. ഈശ്വരനോട് പോയി നമ്മള് എനിക്ക് അങ്ങൊന്നും തന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഭഗവാൻ പറയും, ഞാൻ എന്നെ തന്നെ തന്നു കഴിഞ്ഞു നിനക്ക്, പിന്നെ എന്താ നീ തരാനുള്ളത്? നീ എന്നിട്ട് എന്നെ അവഗണിച്ചിട്ട് ശരീരത്തിനെയും മനസ്സിനെയും ലോകത്തിനെയും പലതിനെയും പിടിച്ചും കൊണ്ട് ദുഃഖിക്കണം. ഭാഗ്യമൊക്കെ വിടൂ, പൂർണ്ണമുണ്ട്. പൂർണ്ണത്വം നേടിയെടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ളതൊക്കെ വിട്ടു കഴിയുമ്പോ ബാക്കി നിൽക്കുന്നതാണ് പൂർണ്ണത്വം. സന്യാസ പര്യവസാനാഹി ബ്രഹ്മവിദ്യ. എല്ലാം വിട്ടുകഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? പൂർണ്ണം, ശാന്തി. ആത്മാവിനെ നേടിയെടുക്കാൻ പറ്റില്ല. അനാത്മാവിനെ അങ്ങോട്ട് വിട്ടുകഴിയുമ്പോ, വിടുക എന്ന് വെച്ചാൽ അവഗണിച്ചു കഴിയുമ്പോ ഉള്ളത് ആത്മാവാണ്, അത് നിങ്ങളുടെ സ്വരൂപമാണ്, അത് നിങ്ങളാണ്. ആർക്കാണ് ഈ ലോകത്തിൽ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ഇല്ലാത്തത് പറയൂ? ഇത്ര സിമ്പിളാണ്, ഡയറക്റ്റാണ്. ഇതിന് ഭഗവത്ഗീത പോലും ആവശ്യമില്ല. ഹൃദയ ശ്ലോകമൊക്കെ കാണാതെ പഠിച്ച് ബുദ്ധിമുട്ടി.
ഇത്ര സിമ്പിളാണ്, നേരിട്ടുള്ള സത്യമാണ്. ഇതിൽ ബുദ്ധിമുട്ട് ഏടാകൂടെ എന്താന്ന് വെച്ചാൽ നമ്മളുടെ മറന്നുപോയി കളയുന്നുള്ളതാണ് ഒരു കാര്യം. വേറെ ഒന്നും ഓരോ സ്വഭാവവും പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഇടയിൽ കയറി വന്നിട്ട് ബുദ്ധിമുട്ടിക്കും. ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇടതടവില്ലാതെ ഉള്ളിൽ ആരായാമെങ്കിൽ അല്ലെങ്കിൽ ചെവി ഉള്ളിലേക്ക് തിരിച്ചു പിടിച്ച് ഈശ്വരൻ നിരന്തരം ഒരു ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹൃദയത്തില്. അഹം 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 എന്നൊരു മന്ത്രം, അനുസ്യൂത മഹാമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേൾക്കാമെങ്കിൽ നിങ്ങൾ പൂർണ്ണാവും. തദ്ബുദ്ധയ തദാത്മാന തന്നിഷ്ഠാ തത്പരായണ ഗച്ഛന്തി അപുനരാവൃത്തിം ജ്ഞാന നിർധൂത കൽമഷാ. ജ്ഞാനം കൊണ്ട് എല്ലാ കൽമഷമും പോയി, കളങ്കമൊക്കെ പോയി. തന്നിഷ്ഠാ തത്പരായണ, അത് തന്നെ ജീവിതത്തിന് ലക്ഷ്യം, അത് തന്നെ ചിന്തിക്കുന്നു, അത് തന്നെ മനനം ചെയ്യണു. അങ്ങനെ നിരന്തരം ഇരുന്നാൽ ഗച്ഛന്തി അപുനരാവൃത്തി, വീണ്ടും ഈ സംസാരത്തിലേക്ക് വരിക എന്ന് പറയുന്ന കാര്യമില്ല. അല്ലെങ്കിൽ വന്നു പോകുന്നു. ഇപ്പൊ ആത്മതീർത്ഥം വായിച്ചിട്ട് ചില ആളുകളൊക്കെ പറഞ്ഞു, വ്യാസനും ശങ്കരാചാര്യരും സംസാരിക്കുമ്പോ ഈ പുനർജന്മം, സ്വാമി അത് വായിച്ചാൽ വല്ലാതെ പേടി തോന്നുന്നു. എന്താന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെയൊന്നും കഴിഞ്ഞില്ല, ഇവിടുന്ന് പിന്നെയും ലഗേജൊക്കെ എടുത്ത് പുറപ്പെടുകയാണ്, ഒന്നും വിട്ടുപോകണില്ല, ഇവിടുത്തെ ദുരിതങ്ങളൊക്കെ കൊണ്ടുപോവാണ്, ഏടാകൂടങ്ങളൊക്കെ കൊണ്ടുപോവാണ്. അത് ആ സംവാദം തന്നെ എന്തിനാണ് എന്ന് വെച്ചാൽ, ചിലരൊക്കെ വിചാരിക്കുന്നത് ഞങ്ങൾക്കിപ്പോ 80 വയസ്സായി 90 വയസ്സായി, ഇത്രയും കാലം ഇപ്പൊ ഇതൊക്കെ ഇല്ലാതെ കഴിച്ചു കൂട്ടി, ഇനിയിപ്പോ ഒന്നും ആവശ്യമില്ല എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ മരിച്ചിട്ട് രക്ഷപ്പെടാനൊന്നും പറ്റില്ല എന്നറിയാനുണ്ട്. ആത്മജ്ഞാനമില്ലാതെ യു കനോട്ട് എസ്കേപ്പ്. തമേവൈകം ജാനഥ നാന്യഃ പന്ഥാ വിദ്യത്തെ അയനായ. ഭഗവാന്റെ ഒരു വാക്ക് ചുങ്കച്ചാവടി തപ്പാത് എന്നാണ്. ചുങ്കച്ചാവടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, ചെക്ക് പോസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന്. അവനവന്റെ സ്വരൂപത്തിനെ അറിയാതെ ശാന്തി ഉണ്ടാവില്ല. ഇത് തന്നെയാണ് ഉപനിഷത്തിന്റെയും ഭഗവത്ഗീതയുടെയും ഒക്കെ ലക്ഷ്യമായ അർത്ഥം. ഇതില് ഗീതാ താത്പര്യം ഇതാണ്, ഉപനിഷത്ത് താത്പര്യം ഇതാണ്, വേദാന്ത ശാസ്ത്രം എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ആന്തരികമായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പിന്നെന്താണ്, ഈ ലോകം എന്താണപ്പോ? അപ്പോ ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ ഈ ലോകം എന്ന് പറയണത് ഈ ആത്മാവിന്റെ തന്നെ അദ്ഭുതമായ ഒരു ശക്തിയുടെ ലീലാവിലാസ കേന്ദ്രമാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു പവറില്ല. അപ്പൊ മായ അമായ എന്ന് പറയണത്, ഈ മായ എന്താണെന്ന് അറിയണമെങ്കിൽ ആത്മാവിനെ അറിഞ്ഞാലേ മായയെ അറിയുള്ളൂ, അല്ലെങ്കിൽ മായ ഒന്നും അറിയില്ല. മായ എന്ന് പറയണത് ആ ശക്തി, ഈശ്വരന്റെ ഒരു ശക്തിവിശേഷം, ആ ശക്തിയുടെ പ്രകടനമാണ് ഈ പ്രപഞ്ചം മുഴുവനും, അതിന്റെ വിലാസമാണ് ഈ പ്രപഞ്ചം മുഴുവനും. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം, നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാ മൂവ്മെന്റ്സ്, ആ ഡൈനാമിക് പവർ, അത് മുഴുവൻ ഇപ്പൊ അഗ്നിയിൽ നിന്നും ഇങ്ങനെ സ്ഫുലിംഗങ്ങൾ വരുന്ന പോലെ, സ്പാർക്സ് വരുന്ന പോലെ ഈ ബോധത്തിൽ നിന്നും ചൈതന്യത്തിൽ നിന്നും സ്ഫുലിംഗങ്ങൾ തെറിച്ചുകൊണ്ടേയിരിക്കണതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അതിൽ ചിലതൊക്കെ നല്ലവണ്ണം ഉജ്ജ്വലമായിട്ട് പ്രകാശിക്കുന്ന വിഷയങ്ങളായിരിക്കും, അതിനെ വിഭൂതി എന്ന് പറഞ്ഞു. പക്ഷെ വാസ്തവത്തിൽ വിഭൂതി അല്ലാത്തത് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഭഗവാൻ പറയണത്, ഹേ അർജുന, ഇവിടെ കാണുന്നത് മുഴുവൻ എന്റെ വിഭൂതിയാണ്. ഈശ്വര വിഭൂതി അല്ലാത്ത ഒരു സാധനം ഇവിടെ ഇല്ല. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്. അല്പം പോലും ഈശ്വരന് സാധിക്കാത്ത ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഇല്ലാതാവാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ഈശ്വരന് സാധിക്കാത്ത ചില കാര്യമുണ്ട്, ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറ്റിയ.
അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഉണ്ടാവാനും പറ്റില്ല. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊന്നും ഈശ്വരനിലില്ല. നിത്യനിരന്തര നിത്യപ്രാപ്തി സ്വരൂപമാണ്. അതുകൊണ്ട് ചിലത് വിശേഷമായിട്ട് പ്രകാശിക്കുമ്പോൾ അതിനെ വിഭൂതി എന്ന് പറയണു. വിഭൂതിയുടെ ആവശ്യം എന്താണ് എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിനെ അന്തർമുഖമാക്കി ഈശ്വര സാക്ഷാത്കാരത്തിന് ഇപ്പൊ ഈ പറയുന്ന ഗീതാ തത്വമൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ശക്തി തരാൻ എന്തോ ഒരു ആവശ്യമുണ്ട്. ചില മരുന്നൊക്കെ നമ്മൾ കഴിക്കണില്ലേ, ഉറക്കം വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണു? ഒരു ഉറക്കത്തിന് ഒരു ഉറക്ക ഗുളിക കഴിക്കണം. എന്തെങ്കിലും സൂക്കേട് വരുമ്പോൾ മരുന്ന് കഴിക്കണം. തനിയെ തന്നെ സിസ്റ്റം ശരിയാക്കും. ചില സമയത്ത് നമ്മൾ കേടുവരുത്തിയതിന് എന്തെങ്കിലും ഒരു മറുമരുന്ന് കഴിക്കണ പോലെ മനസ്സ് വികലമായി കഴിയുമ്പോ, ശാന്തി ഇല്ലാതാവുമ്പോ, സമാധാനം ഇല്ലാതാവുമ്പോ, ഉള്ളിൽ കിടന്ന് വിഷമിച്ച് വേദനിച്ച് ആഗ്രഹിക്കുമ്പോ അന്തര്യാമി തന്നെ ഏതെങ്കിലും ഒരു രൂപത്തിൽ വന്ന് നമുക്ക് ഉപദേശിച്ചിട്ടോ, മന്ത്രം ഉപദേശിച്ചിട്ടോ, ജ്ഞാനം ഉപദേശിച്ചിട്ടോ നമ്മുടെ മനസ്സിനെ ശാന്താക്കി ലോകവിലക്ഷണമായ ഒരു തത്വത്തിനെ ബോധിപ്പിക്കും. അതാണ് ലോകത്തില് നമ്മൾ കാണുന്നതൊന്നും അല്ലാത്ത ഒരു സാധനം. അതാണല്ലോ ഈശ്വരൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് എങ്ങനെ പറഞ്ഞാലാണോ ബോധിക്കുക അങ്ങനെ ഉപദേശിക്കുന്നത് നമുക്ക് വിഭൂതി. അതുകൊണ്ട് സംസാരത്തിൽ ഏറ്റവും വലിയ വിഭൂതി എന്ന് പറയുന്നത് ഗുരുവാണ്. എല്ലാവർക്കും ഒരു ഗുരു പറ്റില്ല. ഈശ്വരൻ ആത്മാവായി ഗുരുവായി എല്ലാവരുടെ ഉള്ളിലുണ്ട് അല്ലേ? അതുകൊണ്ട് എല്ലാവർക്കും ഒരേ ഗുരു പോരെ, ഒരേ ഉപദേശം പോരെ, ശരിയാവണില്ല. എന്താന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ വാസന സംസ്കാരം ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് വരേണ്ടിയിരിക്കണു. അപ്പൊ മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും. ജനനം അറ്റീടുമെന്നവനു നാരായണായ നമ. മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും എന്നാണ്. ഇയാൾക്ക് എങ്ങനെ പറഞ്ഞാലാണോ ഇയാൾക്ക് ബോധിക്കുക, ഇയാളുടെ പർട്ടിക്കുലർ ഉപാധിയിലെ സംസ്കാര വാസനയ്ക്കനുസരിച്ച് ഋജു കുട്ടില നാനാപഥജുഷാം നൃണാം ഏകോ ഗമ്യ ത്വമസി പയസാം അർണവൈവ. ശിവമഹിമ്ന സ്തോത്രത്തിൽ ഒരു ശ്ലോകാണ്. പല മാർഗങ്ങളുണ്ട് ലോകത്തില്. ഋജു കുട്ടില നാനാപഥജുഷാം. എല്ലാവർക്കും ഋജുമാർഗം പറ്റില്ല. അപ്പൊ രമണ മഹർഷിയുടെ ഭഗവാന്റെ മാർഗത്തിന് ഞങ്ങൾ പറയുന്നത് ഋജുമാർഗം എന്നാണ്. സ്ട്രൈറ്റാണ്. അതിൽ സംശയമില്ല. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സംശയത്തിന് സ്ഥലമില്ല. അനുഭവത്തിനും ഉപദേശത്തിനും നടുവിൽ ഗ്യാപ്പില്ല, ഒന്നുമില്ല. പക്ഷേ അത് റോക്കറ്റ് പോണ പോലെയാണ്. ചിലർക്ക് കുറച്ച് ചുറ്റി വളഞ്ഞു തന്നെ വരണമെന്ന് തോന്നും. ഋജു കുട്ടില നാനാപഥജുഷം, എല്ലാം സമ്മതമാണ്. പല വിധത്തിലുള്ള വഴികളുണ്ട് ലോകത്തില്. ആ പല മാർഗങ്ങളുടെ രൂപത്തില് പുറത്തു വരുന്ന ശക്തിയെ നമ്മൾ വിഭൂതി എന്ന് പറയുന്നു. ഋജുമാർഗം ഉപദേശിക്കുന്നതും ഒരു വിഭൂതി അല്ലേ? ഇപ്പൊ ഋജുമാർഗം തന്നെ ഉപദേശിക്കേണ്ട ആവശ്യം എന്താ? നമ്മൾ പൂർണ്ണമല്ലേ, ഇപ്പൊ എന്തിനാ ഒന്ന് ഉപദേശിക്കുന്നത്? അപ്പൊ ഒരു ദോഷമുണ്ട്, ആ ദോഷം നിവർത്തിപ്പിക്കാൻ ഋജുമാർഗം. ചിലർക്ക് ദോഷം കുറച്ച് കൂടുതലാണോ? കുടിലമാർഗം, ഉപാസനാമാർഗമുണ്ട്. പല വിധത്തിലുള്ള മാർഗങ്ങളിൽ ഉപദേശിച്ച് എങ്ങനെയെങ്കിലും ഒരു വഴിക്ക് നമുക്കൊരു സമാധാനം ഉണ്ടായാൽ വേണ്ടില്ല എന്നാണ്. നമുക്കതാണല്ലോ വേണ്ടതല്ലേ? നമുക്ക് ബാക്കിയൊക്കെ തീരുമാനിച്ചിട്ട് എന്ത് വേണം? ഇയാൾ വലുതാണോ അയാൾ വലുതാണോ, ഈ മതം വലുതോ ആ മതം വലുതോ, ഈ സമ്പ്രദായമാണോ ആ സമ്പ്രദായമാണോ, ഇതൊക്കെ എന്തിനാ ഇപ്പൊ തലയിലെടുത്ത്? എനിക്ക് ശാന്തി വേണം, എനിക്ക് സമാധാനം വേണം. എങ്ങനെ ഉപദേശിച്ചാലാണോ യഥാ യഥാ ഭവേത് പുംസാം വ്യുത്പത്തി പ്രത്യഗാത്മനി സാ സൈവ പ്രക്രിയാജ്ഞേയ. ഇതാണ് ശാസ്ത്രകാരന്മാരുടെ അഭിപ്രായം. എങ്ങനെ പറഞ്ഞാലാണോ ഇവരുടെ ബുദ്ധിയിൽ വ്യുത്പത്തി പ്രത്യഗാത്മനി, ആത്മാവില് ബുദ്ധി പ്രവേശിക്കുക, അത് തന്നെയാണ് അതാത് വ്യക്തിക്കുള്ള പ്രക്രിയ, അതാത് വ്യക്തിക്കുള്ള പ്രോസസ്. അപ്പോ ഇതിൽ പല ആളുകൾക്ക് പല വിധത്തിലുള്ള ശ്രദ്ധയുണ്ട്, പല മാർഗങ്ങളുണ്ട്. അതിനെയൊക്കെ ഗ്രഹിച്ചും കൊണ്ട് അന്തര്യാമിയായ സർവേശ്വരൻ
അതാത് വ്യക്തികൾക്ക് ഉപദേശിക്കാവുന്ന ഒരു രൂപം ഗ്രഹിച്ചുകൊണ്ട് മുൻപിൽ വരുന്നതാണ് വിഭൂതി. വാസ്തവത്തിൽ അഹമാത്മാ ഗുഡാകേശ എന്നുള്ളത് തന്നെ വിഭൂതി. നല്ല പക്വമാണെങ്കിൽ ഭഗവാൻ ഉള്ളിലുണ്ട്, അറിഞ്ഞാൽ മതി, കഴിഞ്ഞു. ശങ്കരാചാര്യർ പറഞ്ഞു, അങ്ങയുടെ അടുത്ത് പോയി ഞാൻ എന്തു പറയും ഭഗവാനെ? ത്വം സർവാന്തര, എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. യോഗക്ഷേമധുരന്ധരസ്യ സകലശ്രേയപ്രദോദ്യോഗിനഃ ദൃഷ്ടാദൃഷ്ടമതോപദേശകൃതിനഃ ബാഹ്യാന്തരവ്യാപിനഃ സർവജ്ഞസ്യ ദയാകരസ്യ ഭവതഃ കിം വേദിതവ്യം മയാ ശംഭോ ത്വം പരമാന്തരംഗ ഇതി മേ ചിത്തേ സ്മരാമ്യന്വഹം. എനിക്ക് ഒറ്റ സാധനയേ ഉള്ളൂ, ചിത്തേ സ്മരാമി അന്വഹം. നിരന്തരം ഞാൻ സ്മരിക്കണം. എന്താ സ്മരിക്കണത്? പരമാന്തരംഗ, എന്റെ ഉള്ളില് എല്ലാം കണ്ടുകൊണ്ട് സാക്ഷിയായിട്ട് അമ്മയെക്കാളും അച്ഛനേക്കാളും ബന്ധുക്കളെക്കാളും എല്ലാം ഒന്നിച്ചൊരു പൊരുള്. ചില കാര്യത്തിന് അമ്മ വേണം, ചില കാര്യത്തിന് അച്ഛൻ വേണം, ചില കാര്യത്തിന് ഗുരു വേണം, ചില കാര്യത്തിൽ ബന്ധുക്കൾ വേണം, ചിലതിന് ഭർത്താവ് വേണം, ചിലതിന് ഭാര്യ വേണം, ചിലതിന് സ്വത്ത് വേണം, അല്ലേ? ഭഗവാൻ ഗീതയിൽ പറഞ്ഞു എല്ലാം കൂടി ഒരേ ഒരു സാധനം, ആൾ ഇൻ വൺ. അങ്ങനെ എന്താ? പിതാഹമസ്യ ജഗതഃ മാത ധാത പിതാമഹ. മുത്തശ്ശന്റെ അച്ഛൻ പിതാമഹ, വേദ്യം പവിത്രം ഓംകാര ഋക് സാമ യജുരേവ ച ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്, ഇരിക്കാനുള്ള സ്ഥലം, സുഹൃത്ത്, ഒരു വലിയ ഫ്രണ്ട്. നോക്കൂ, സാധനയുടെ പൂർത്തിയില് ഉള്ളില് ജ്ഞാനം നേടിക്കഴിഞ്ഞാലും വ്യവഹാരത്തിലേക്ക് ശരീരത്തിന്റെ മണ്ഡലത്തിൽ വരുമ്പോ ജ്ഞാനിക്കൊരു സുഖമുണ്ട്. ശ്രുതി പറയണത് പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത്. പാണ്ഡിത്യം എന്ന് വെച്ചാൽ ജ്ഞാനമാണ്. പാണ്ഡിത്യം നിർവിദ്യ എന്ന് വെച്ചാൽ നിശേഷേണ കൃത്വ, നല്ലവണ്ണം തെളിഞ്ഞ ജ്ഞാനം വന്ന ശേഷം കുട്ടികളെ പോലെ ആവണമെന്ന്. കുട്ടികളുടെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒന്നും നോക്കാനില്ല, ഒന്നും ചെയ്യാനില്ല, അച്ഛൻ ചെയ്തോളൂ, അമ്മ ചെയ്തോളും, അല്ലേ? അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ കുട്ടികൾക്ക്. അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. അതൊക്കെ അച്ഛനും അമ്മയും നോക്കിക്കോളൂ എന്ന് പറയുന്ന കുട്ടിയുടെ സ്വാതന്ത്ര്യം പോലെ. അതാണ് ശങ്കരാചാര്യർ പറഞ്ഞ് മാതാ ച പാർവതീ ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. ലോകം മുഴുവനും കുടുംബം പോലെയായി. അച്ഛൻ ഭഗവാൻ, അമ്മ പാർവതി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഈ ആത്മാവെന്ന്. ജ്ഞാനി ശരീരമണ്ഡലത്തിൽ വരുമ്പോ ആ ഈശ്വരന്റെ ശക്തിവിശേഷത്തിനെ നിരന്തരം അനുഭവിക്കണം. ഇത് അനുഭവിക വേദ്യമായ വിശേഷമാണ്. ജ്ഞാനിക്ക് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാ തന്നെ ശരീരമനോമണ്ഡലത്തിലേക്ക്, ലോകമണ്ഡലത്തിലേക്ക് വരുമ്പോ ജ്ഞാനിക്ക് അച്ഛനായിട്ടും അമ്മയായിട്ടും ബന്ധുവായിട്ടും സുഹൃത്തായിട്ടും. അതാണ് ഭഗവാൻ ഈ ശ്ലോകത്തില് പറയാനായിട്ട് ശ്രമിക്കുന്നത്. പിതാഹമസ്യ ജഗതഃ മാതാ ധാത പിതാമഹ വേദ്യം പവിത്രം ഓംകാര. അതായത് അച്ഛൻ, അമ്മ, ബന്ധു, അറിവ്, ചിത്സ്വരൂപമായ വസ്തു, ഋക് സാമം യജസ് മുതലായ വേദങ്ങള്, ഗതി, ഭർത്ത, പ്രഭു, സാക്ഷി, ഇരിപ്പിടം, നിവാസ, ശരണം, സുഹൃത്ത്, പ്രഭവപ്രളയസ്ഥാനം. മരിക്കുമ്പോ നല്ല സുഖം. എന്താന്ന് വെച്ചാ ഒരു വലിയ ടൂർ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആളുടെ സന്തോഷം പോലെയാണ്. എന്താന്ന് വെച്ചാൽ പോണ സ്ഥലം വീടാണെന്ന് അറിഞ്ഞ പിന്നെ എത്ര സുഖം, അല്ലേ? തമിഴില് മുക്തി എന്നുള്ള വാക്കിന് തന്നെ വീട് എന്നാണ് പേര്. വീട് എന്ന് വെച്ചാൽ മുക്തി എന്നർത്ഥം. വീടെന്ന് വെച്ചാൽ ഈ ഗൃഹം എന്നർത്ഥമില്ല, അത് പിന്നെ വന്നത് അത്രേ. വീടെന്ന് വെച്ചാൽ റിലീസ്, വിട്ടുപോണതാണ് വീട്. അപ്പോ മരിച്ചു പോകുമ്പോ ഒരു സന്തോഷം. എന്താന്ന് വെച്ചാൽ എവിടേക്കാ പോണെന്ന് അറിയേ, പ്രളയസ്ഥാനം അറിയാം. അങ്ങനെ ആ അവ്യയമായ ആ ബീജത്തിനെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ജ്ഞാനി ശരീരത്തോടെ ഇരിക്കുമ്പോൾ, ലോകത്തിലിരിക്കുമ്പോൾ ഈശ്വരനെ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.
ഈശ്വരന്റെ കരുണാശരീരത്തിനെ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ആനന്ദം. അപ്പോഴാണ് ആനന്ദം വരുന്നത് അല്ലേ? ആ ശക്തിയുടെ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ആനന്ദം, സ്വരൂപത്തിലിരിക്കുമ്പോൾ ശാന്തി. ആത്മാംബോധേഹ തരംഗോസ്മീതി ശങ്കരാചാര്യർ പറഞ്ഞത് വ്യവഹരിക്കുമ്പോൾ ഞാനിക്ക് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ആത്മാനന്ദമാകുന്ന കടലിൽ അലയടിക്കണമെന്നാണ്. അത്രയേ ഉള്ളൂ. ഇളകണം, ഒന്നും ഇളകണില്ല. ആത്മാനന്ദ സമുദ്രത്തിൽ അലയടിക്കണം, അത്രയേ ഉള്ളൂ. വ്യവഹാരത്തിൽ എന്തൊക്കെ നടക്കണു, ഇവിടെ കാണുന്നതൊക്കെ തന്നെ ഈശ്വരന്റെ ശക്തിലാസ്യമാണ്. ഇത് ശക്തിവിശേഷമാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം ഈശ്വരന്റെ ശക്തിവിശേഷമാണ്. അപ്പൊ ഇതൊക്കെ എപ്പോ അറിയും? ഇതൊക്കെ പറഞ്ഞാലും ആത്മജ്ഞാനം വരണവരയ്ക്കും നമുക്കിതൊരു ഐഡിയ ആയിട്ടേ ഇരിക്കുള്ളൂ. ഉള്ളിൽ ആ ചിത്തിനെ, നിർവിശേഷമായ ചൈതന്യത്തിനെ കണ്ടുകഴിഞ്ഞിട്ട് വ്യവഹാരത്തിലേക്ക് വരുമ്പോഴാണ്, അതാണ് വിശ്വരൂപ ദർശനം എന്ന് പറയണത്. ഋതകം സത്യം പരം ബ്രഹ്മപുരുഷം കൃഷ്ണപിംഗലം ഊർധ്വരേതം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമോ നമഃ. ഒരു ശ്ലോകം. ഋതം സത്യം പരം ബ്രഹ്മ പുരുഷം കൃഷ്ണപിംഗലം. ഒരു കൃഷ്ണപുരുഷൻ, ഒരു പിംഗല പുരുഷൻ. ശ്യാമം ശബളം എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഉള്ളില് തിരിഞ്ഞു നോക്കുമ്പോ കൃഷ്ണം, പുറമേക്ക് നോക്കുമ്പോൾ പിംഗളം. പിംഗളം എന്ന് വെച്ചാൽ മൾട്ടി കളേർഡ്. കൃഷ്ണം എന്ന് വെച്ചാൽ ആകർഷിക്കണത് എന്നർത്ഥം. ഗൂഢമായ ഹൃദയത്തിന്റെ വർണ്ണം, അത് കൃഷ്ണം. കറുപ്പ് എന്ന് മാത്രം അർത്ഥമല്ല, ഏകവർണ്ണം. പുറമേക്ക് നോക്കുമ്പോൾ പിംഗളം. ആ ഒരേ പുരുഷൻ തന്നെ. ഋതം സത്യം. പുറമേക്ക് നോക്കിയ ഋതം, അകത്തേക്ക് നോക്കിയ സത്യം. ഋതം സത്യം പരം ബ്രഹ്മ. പരം ബ്രഹ്മം രണ്ടു രൂപത്തിൽ നിൽക്കണു. പ്രപഞ്ചരൂപത്തിലെ ഋതമായിട്ടും ഹൃദയത്തിലെ സത്യമായിട്ടും. കൃഷ്ണപിംഗലം ഊർധ്വരേതം വിരൂപാക്ഷം. ഊർധ്വരേതസ് എന്ന് വെച്ചാൽ ശക്തിയൊക്കെ ഊർജത്തിനെയൊക്കെ അന്തർമുഖമാക്കിയ യോഗികളില് വിരൂപാക്ഷ. ശിവൻ ഒരു പേര് വിരൂപാക്ഷൻ എന്ന്, ഭഗവാൻ ഇവിടെ വിരൂപാക്ഷൻ എന്ന് പേര്. യോഗികൾക്കും വിരൂപാക്ഷന്മാര് എന്ന് പേര്. വിരൂപാക്ഷൻ എന്ന് വെച്ചാൽ, അക്ഷം എന്ന് വെച്ചാൽ കണ്ണ്, ഇന്ദ്രിയങ്ങള്. അത് പൊതുവെ രൂപത്തിന് നേരെയാണ് പോണത്. ഇതിപ്പോ രൂപത്തിൽ നിന്നും വിരൂപമായിട്ട് ചിത്തിന് നേരെ തിരിഞ്ഞതുകൊണ്ട് രൂപത്തിനെ ഗ്രഹിക്കുന്നതിന് പകരം ആത്മാവിനെ ഗ്രഹിക്കുന്ന അക്ഷം, വിരൂപാക്ഷം. അങ്ങനെ ഗ്രഹിച്ചു കഴിയുമ്പോൾ എന്താവണമെന്ന് വെച്ചാൽ അകമയ്ക്കുള്ള കൃഷ്ണപുരുഷനെയും പുറമേക്കുള്ള പിംഗള പുരുഷനെയും ഒക്കെ ഏകപിണ്ഡമായിട്ട് വിശ്വരൂപായ വൈ നമോ നമഃ. ത്രിപുടിയില്ലാത്ത ദർശനം. ഇപ്പൊ ഞാൻ പറയണതൊക്കെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോ എന്തോ ഒരു ഭാഷയിൽ സംസാരിക്കണ പോലെ ഉണ്ടാവാം അല്ലേ? അതാണ് അതിന്റെ വിശേഷം. ഇതൊരു നമുക്ക് അനുഭവത്തിൽ വരുമ്പോൾ നമുക്കിത് ഒരു ആനന്ദമാണ്. അപ്പോ ഭഗവാൻ ഇത്രയൊക്കെ നമുക്ക് ഗീതയിൽ പറഞ്ഞു കഴിഞ്ഞു. 9-ാം അധ്യായത്തിൽ വിഭൂതി പറഞ്ഞു. വിശേഷമായ ഈശ്വര സാന്നിധ്യത്തിനെ അനുഭവിക്കുന്നതിനൊക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ വിശ്വരൂപ ദർശനത്തിന് ഈ അധ്യായത്തിൽ പറയാൻ പോണു. വിശ്വത്തിനെ മുഴുവനും ഈശ്വര സ്വരൂപമായി. ഈശ്വരൻ എന്ന് വെച്ചാൽ ശക്തി എന്നർത്ഥം. വേദാന്തപരമായിട്ട് ഈശ്വരൻ എങ്ങനെ പറയും? ശക്തി. അകത്തേക്ക് ആത്മാവായിട്ട് കാണുമ്പോൾ ചിത്ത്, അതിന് ശക്തിയേ ഇല്ല. ശക്തി ഒടുങ്കിട ഓങ്കും നമ്മുടെ ഭഗവാൻ പറഞ്ഞു. ആത്മാവിനെ അറിയുമ്പോൾ ശക്തിയൊക്കെ അവിടെ ലയിച്ചു, നിശ്ചലം. വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ ശക്തി, പ്രപഞ്ചം മുഴുവൻ ആ ശക്തിയുടെ സ്വരൂപമാണ്. ആ ശക്തിയുടെ മണ്ഡലത്തിലേക്ക് വരുമ്പോ ഒരാനന്ദമുണ്ട്. ആ ആനന്ദം തന്നെയാണ് ഭക്തി. എവിടെ നോക്കുമ്പോഴും യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത, സ്മൃതിരൂപേണ സംസ്ഥിത, ഭ്രാന്തിരൂപേണ സംസ്ഥിത, ക്ഷുധാരൂപേണ സംസ്ഥിത, നിദ്രാരൂപേണ സംസ്ഥിത, ബുദ്ധിരൂപേണ സംസ്ഥിത.
എന്തൊക്കെ രൂപം വേണമെങ്കിലും നിങ്ങൾക്ക് ഇനി ചേർക്കാം അതിൽ ദേവീ മഹാത്മ്യത്തിൽ. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ കാണുന്ന മാനിഫെസ്റ്റഡ് ഫോഴ്സസ് ഒക്കെ തന്നെ അതിന്റെ സ്പാർക്കാണ്. അതിനെയൊക്കെ ഞാനീ കാണുന്നത് എങ്ങനെ? ഈശ്വരന്റെ തന്നെ ശക്തി വിശേഷമായിട്ടാണ്. അറിഞ്ഞു കഴിയുമ്പോൾ ഇത് മുഴുവൻ ഒരു വൈഭവം അല്ലേ? വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന്റെ നാമം ഫസ്റ്റ് പേര് തന്നെ വിശ്വസ്മൈ നമഃ. എന്നുവെച്ചാൽ എല്ലാമായിട്ടുള്ളവന് നമസ്കാരം. അത് ആദ്യം പറയാൻ പാടില്ല. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് സാക്ഷാത്തായിട്ട് അറിയുമ്പോ എന്തിനെ കാണുമ്പോഴും ഒരു സമാധി സ്ഥിതി വരണം, ഒരു ആനന്ദം വരണം. ദുഃഖം പോലും, വേദന പോലും, വിഷമം പോലും. അപ്പൊ സംസാരത്തിൽ പിന്നെ ഒന്നും അവോയ്ഡ് ചെയ്യാനേ ഇല്ല. ദുഃഖമൊക്കെ ഉണ്ടോ, ഇരുന്നോട്ടെ, എന്താപ്പാ, അതും ഒരു ഈശ്വരന്റെ സ്വരൂപമാണ്. പലവിധത്തിൽ വിഷമം, മഹാവ്യാധികൾ. യോഗവാസിഷ്ടത്തില് ദേവപൂജാ ഉപാഖ്യാനം എന്ന് പറഞ്ഞ് വസിഷ്ഠൻ ഉപദേശിക്കും. വ്യാധിയൊക്കെ വരുമ്പോ ജ്ഞാനിക്ക് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അതൊരു അനുഭവം. എന്താ ഒരു നല്ല ആരോഗ്യം, ഒരു അനുഭവം നമ്മൾ സ്വീകരിച്ചില്ല, ഇതും സ്വീകരിക്കാമല്ലോ എന്നാണ്. നമുക്ക് വിഷമം മുഴുവൻ എവിടെയാന്ന് വെച്ചാൽ ഇത് വരാൻ പാടില്ല എന്നുള്ള പേടിയാണ് ഏറ്റവും വലിയ വിഷമം. വന്നു കഴിഞ്ഞാൽ വന്നുവല്ലോ, എനിക്ക് വന്നുവല്ലോ, എനിക്ക് വന്നിട്ട് പോട്ടെ, അവസാനം ചത്തുപോകാൻ പോകണം, അതൊരു അനുഭവം. മൃത്യു എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഞാനീ പറയണത് നല്ല അടപ്രഥമെന്നാണ്, യസ്യ ഉപസേചനം എന്നാണ്. നല്ലൊരു ടേസ്റ്റി ഫുഡ്, ഡെലിഷ്യസ് ഫുഡ്. മൃത്യൂനാം മൃത്യുമീശ്വരം മൃത്യവോനോപദക്ഷ്യതി. അതൊരു നല്ല ടേസ്റ്റാണ്. ശരിക്കും ജ്ഞാനിയുടെ മാത്രം അനുഭവമല്ല ഇത്. പലർക്കും വയസ്സാവുമ്പോ, കുറെ കഴിയുമ്പോ, വയ്യാതാവുമ്പോ മരണത്തിന് അങ്ങനെ നല്ല വിശപ്പിന് ഇപ്പൊ നല്ല സദ്യക്ക് പല വിധത്തിലുള്ള സാധനങ്ങൾ പെരുമാറി ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇലയിട്ടിട്ട് പെരുമാറാതിരുന്ന എങ്ങനെ ഉണ്ടാവും? അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ പോലെയാണ് ചിലർക്കൊക്കെ. അവസാനമാവുമ്പോ കിട്ടില്ലേ എന്നാണ്. അപ്പോഴറിയാം മൃത്യു തള്ളിക്കളയേണ്ട ഒരു സാധനമല്ല, ഒരു ശരീരമില്ലാത്ത ഒരു സ്റ്റേറ്റ് അല്ലേ. സുഷുപ്തി, ഉറങ്ങുമ്പോ തന്നെ എന്തൊരു സുഖം നോക്കൂ. ഉറങ്ങുമ്പോ തന്നെ എന്തൊരു സുഖം. ഈ ശാസ്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ എന്റെയൊക്കെ അനുഭവമാണേ. ഉറങ്ങുമ്പോ തന്നെ നല്ല സുഖം. അതേപോലെ അവസാനമാകുമ്പോ മൃത്യുവിനൊന്നും ഭയപ്പെടാനില്ല, നല്ല സുഖം. ഭാഗവതത്തില് ശുക്രാചാര്യർ ഒരു വിദ്യ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. മരിച്ചവരെയൊക്കെ എണീപ്പിച്ചുവിടാം. അപ്പൊ അസുരന്മാരൊക്കെ അട്ടിപ്പിട്ടി ബഹളായത്രേ മരിക്കാൻ വേണ്ടിയിട്ട്. അവരൊക്കെ പറയാം എന്തു സുഖം അറിയോ എന്നാണ്. ഞാൻ മുമ്പില് എന്ന് പറഞ്ഞ് മരിക്കാൻ തയ്യാറാവാണത്രേ. നാമദേവ് മഹാരാഷ്ട്രത്തിലെ ഒരു ഭക്തന്റെ ഒരു പാട്ട് ഒരിടത്ത് ട്രാൻസ്ലേഷൻ വായിച്ചത്, ഞാൻ മരിച്ച് ജനിച്ചു, എന്തു സുഖ അപ്പോന്നാണ്. എല്ലാ മഹാത്മാക്കളും ഒരിക്കലും മരിച്ച് ജനിക്കുന്നവരാണ്. മരണത്തിലൂടെ പുറത്തു വന്നു കഴിയുമ്പോ അവർക്കറിയാം മരണം എന്താണ്, ആ ശരീരമില്ലായ്മ എന്താണ്, മനസ്സില്ലായ്മ എന്താണ്. നത്തിങ് ഈസ് ലാസ്റ്റ്. അഭാവകരണം, ഭൂതപ്രകൃതി മോക്ഷം എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞതാണ്. അഭാവകരണം, ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ പൂർണ്ണമായിട്ടിരിക്കണം. അപ്പൊ ആ പൂർണ്ണത്വത്തിന്റെ ഒരു രുചി, ഒരു ടേസ്റ്റ്, ആ ടേസ്റ്റാണ് ഈശ്വരന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയണത്. അമൃതം എന്ന് പറയണത് അതാണ്. ആ അമൃതത്തിനെ രുചിച്ച ആള് ധന്യനാണ്. ലോകത്തിൽ വ്യവഹരിക്കുമ്പോ വിശ്വത്തിനെ മുഴുവൻ ഭഗവാനിൽ നിന്ന് അന്യമല്ലാതെ കാണുന്നതാണ് വിശ്വരൂപ ദർശനം. ആ വിശ്വരൂപ ദർശനത്തിനെയാണ് നമ്മൾ ഈ പ്രാവശ്യം കാണാൻ പോണത്. ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തില് പറഞ്ഞു, എല്ലാം ഞാനാണ് അർജുന. യദ്യത് വിഭൂതിമത് സത്വം ശ്രീമദൂർജിതമേവ തത്തദേവ അവഗച്ഛത്വം മമ തേജോംശ സംഭവം. എല്ലാം ഞാനാണ്. അപ്പൊ മൃത്യു എന്ന് പറഞ്ഞല്ലോ, ഇതൊക്കെ ഞാൻ സംഗ്രഹിച്ചതാ. മൃത്യു സർവഹരശാഹം, എല്ലാരെയും കൊണ്ടുപോകുന്ന ഈ മൃത്യു അർജുന എന്റെ സ്വരൂപമാണ്, ഞാൻ തന്നെയാണത്. കീർത്തി, ശ്രീ, വാക്ക് എല്ലാം ഞാനാണ് എന്ന് ഭഗവാൻ എല്ലാം കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ട് അവസാനം സംഗ്രഹിച്ചു പറഞ്ഞു. അഥവാ ബഹുനൈതേന്
കിം ജ്ഞാതേന തവാർജുന. ഭഗവാൻ ചോദിക്കുക, അർജുന എന്തിനാ ഇപ്പൊ ഒരുപാടൊക്കെ പുസ്തകം പഠിക്കണതാണ്, ഒരുപാടൊന്നും നീ മനസ്സിലാക്കണ്ട. കിം ജ്ഞാതേന. ചിലർക്കൊക്കെ അറിയാന്ന് തലയിലൊരു ചൊറിച്ചൽ പോലെയാണ്. എന്താ കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഈ ജഗത്ത് മുഴുവൻ എന്റെ ഒരു അംശമേ ആയിട്ടുള്ളൂ. പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. വിശ്വം മുഴുവൻ ഒരു പാദം, ബാക്കിയൊക്കെ എവിടെയോ കിടക്കണു. അപ്പൊ അർജുനന്റെ ഔത്സുക്യം കൂടി എല്ലാ പൂർണ്ണമായ ഒരു കൃഷ്ണ ദർശനം സാധ്യമാവോ എന്നാണ് അർജുനൻ ഇവിടെ ചോദിക്കുന്നത്. ഭഗവതോ വിഭൂതയ ഉക്താഹ തത്ര വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത് ഇതി ഭഗവതാ അഭിഹിതം ശ്രുത്വാ യജ്ജഗദാത്മരൂപം ആദ്യം ഐശ്വരം തത് സാക്ഷാത്കർത്തും ഇച്ഛന് അർജുന ഉവാച. ഈശ്വര സാക്ഷാത്കാരം അല്ലേ, ഒരു വിധത്തിൽ പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തിന് ശേഷം ഈശ്വര സാക്ഷാത്കാരം. ജ്ഞാനിക്ക് ആത്മാവിനെ അറിഞ്ഞു കഴിയുമ്പോ ഈശ്വര സാക്ഷാത്കാരം സെപ്പറേറ്റ് അല്ല. വ്യവഹരിക്കുമ്പോ കണ്ണു തുറന്നു നോക്കുമ്പോ ഇത് മുഴുവൻ അകത്ത് താൻ സമാധിസ്ഥിതിയിൽ കണ്ട ചിത്തിന്റെ ശക്തിവിശേഷത്തിന്റെ ഒരു പ്രകടനം, വൈഭവമാണ് എന്ന് കാണാൻ കഴിയും. അപ്പൊ അതിനെക്കുറിച്ച് അറിയാനായിട്ട് അർജുനനൊരു ആശ, ഒരു കംപ്ലീറ്റ് ജ്ഞാനം. അതായത് ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ പാരഡോക്സ് ആണ്, കോൺട്രാഡിക്ഷൻസ് ആണ്. നമ്മൾ വിചാരിക്കണം ഒക്കെ നല്ലതായിട്ടിരിക്കണം എന്ന്. അങ്ങനെയാണോ ഇപ്പൊ ലോകം? അല്ലേ? എന്തൊക്കെ ഭയങ്കരമായ അനുഭവങ്ങളാണ് ലോകത്തിൽ നടക്കുന്നത്. ആരൊക്കെയോ ജനിക്കണു, ആരൊക്കെയോ മരിക്കണു, എത്രയോ പേരെ കൊല്ലണു. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പൊ ലോകത്ത് നോക്കൂ, നിങ്ങൾ വെട്ടിവെച്ചുകൊണ്ടിരിക്കുക അല്ലേ, ബോംബിട്ടുകൊണ്ടിരിക്കുക, പരസ്പരം തല്ലും കൊല്ലും വെട്ടും കുത്തും ഒക്കെ ചെയ്യാണ്. ഇതൊക്കെ എന്താ? ഇതൊക്കെ നോക്കിയിട്ടാണ് ചില ആളുകൾ പറയുന്നത് ഈശ്വരനൊന്നുമില്ല, ഈശ്വരനുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കുമെന്ന്. ഈശ്വരനോട് പോയി ചോദിച്ചാൽ ഈശ്വരൻ പറയണത് വെട്ടുന്നവനും ഞാൻ, കുത്തുന്നവനും ഞാൻ, ഈശ്വരൻ ഇല്ല എന്ന് പറയണത് ഞാൻ. എല്ലാവരുടെ രൂപത്തിലും ഇരിക്കുന്നത് അഹമേവ. ഇതൊക്കെ തന്നെ ഒരു തിരുക്കൂത്ത്, തിരുവിളയാടൽ. അങ്ങനെ ആ ഈശ്വരന്റെ ആ ശക്തിവിശേഷമാണ് ഇവിടെ കാണുന്നത്. അത് കാണാൻ ഇച്ഛിച്ചുകൊണ്ട് അർജുനൻ പറയാണ്, ഭഗവാനെ എനിക്ക് യോഗ്യത ഉണ്ടെങ്കിൽ കാണിച്ചു തരുന്നു. ഇതിപ്പോ അർജുനൻ ശരിക്കും സാധന ചെയ്ത് ആത്മവിചാരം ചെയ്ത് ജ്ഞാനസ്ഥിതി നേടിയിട്ടല്ല കാണാൻ ആഗ്രഹിക്കുന്നത്. ചെറിയ ഒരു ഞൊടുക്കുവിദ്യ കൊണ്ട് അറിയാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പേടിച്ചുപോയി. ഈ വിശ്വരൂപ ദർശനം സാക്ഷാത്കാരത്തിലൂടെ ജ്ഞാനികൾ നേടുന്നത് വേറെ, ഈശ്വരന്റെയോ ഗുരുവിന്റെയോ അനുഗ്രഹം കൊണ്ട് ചിലപ്പോഴൊക്കെ കിട്ടും. അങ്ങനെ കിട്ടിയാ വിട്ടുകാണുന്നത് കൊണ്ട് ഭയന്നു പോകും നമ്മൾ. അതുകൊണ്ട് പലതും ഈശ്വരൻ നമുക്ക് കാണിച്ചു തരാതിരിക്കുക. ചില അറിവൊക്കെ നമുക്ക് കിട്ടിയാൽ നമുക്ക് സഹിക്കില്ല. കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു, അതിനു മുമ്പത്തെ ജന്മത്തിൽ എന്തായിരുന്നു ഒക്കെ അറിഞ്ഞാൽ മഹാബുദ്ധിമുട്ടാവും. ഒരു ഭക്തൻ പാടി ഒരുപാട് ജന്മങ്ങൾ ഞാൻ കണ്ടു എന്നാണ്. പുല്ലാഹി പൂടായി. ബുദ്ധന് സാക്ഷാത്കാരം ഉണ്ടായപ്പോ അവര് ബുദ്ധന്റെ ചരിത്രം പറയണത് 900 ജന്മങ്ങൾ കണ്ടു എന്നാണ്. ഏകദേശം എന്തൊക്കെയോ ആയിരുന്നു ഇതൊക്കെ കണ്ടു അത്ര. അദ്ദേഹം അങ്ങനത്തെ തപസ്സുകളൊക്കെ കുറെ ചെയ്തിട്ടുണ്ടേ. അപ്പൊ കുറെ 900ഓളം ജന്മങ്ങളിലൂടെയുള്ള യാത്രയൊക്കെ കണ്ടു. ആട്, പൂച്ച, പുലി, നരി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ജന്മങ്ങൾ. പുല്ലാഹി പൂടായി പുഴുവായി മരമാകി വിറുകമാകി പറവയായി പാമ്പായി കല്ലായി വനിതരായി പേയായി ഗണങ്ങളാകി. ആ പെർഫെക്ഷന് ഒരുപാട് ഓർഗാനിസംസിലൂടെ ഇങ്ങനെ വരണത് ചില യോഗികൾക്ക് ചിലപ്പോൾ ദർശനം ഉണ്ടാവും. അതിന് നമ്മൾ പക്വമല്ലെങ്കിൽ വല്ലാതെ പേടിച്ചു പോകും. ഈ ലിമിറ്റഡ് ബ്രെയിൻ വെച്ചുകൊണ്ട് അതിനകത്തേക്ക് എൻട്രി ഇല്ല. ഈ ബ്രെയിൻ അങ്ങോട്ട് എടുത്തിട്ട് അഖണ്ഡമായ ഈശ്വരന്റെ അനുഗ്രഹ ദൃഷ്ടി കൊണ്ട് വേണം അതിനെ കാണാൻ. അതാണ് ഭഗവാൻ പറഞ്ഞ ദേവന്മാർക്ക് പോലും ഇതൊന്നും കിട്ടിയിട്ടില്ല അർജുന എന്ന് പറഞ്ഞു. അവര് പോലും വിഷമിച്ചിരിക്കുകയാണ്. കാരണം അങ്ങനെ കാണാനുള്ള വകുപ്പില്ല അവിടെ.
അപ്പൊ അർജുനൻ ചോദിക്കുന്നു. അപ്പോ നോക്കൂ, അർജുനോ വാച മദനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മസംജ്ഞിതം യത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു. 10 അധ്യായം ഭഗവാന്റെ അടുത്തുനിന്ന് കേട്ടുകഴിഞ്ഞു, നമ്മളുമൊക്കെ കേട്ടുകഴിഞ്ഞു അല്ലെ? 10 അധ്യായം. അർജുനൻ പറയണത് മദനുഗ്രഹായ, എനിക്ക് അനുഗ്രഹം ചെയ്യാനായിക്കൊണ്ട്, പരമം ഗുഹ്യം, ഏറ്റവും വലിയ ഒരു രഹസ്യം. ഇതിന്റെ പേരെന്താ? അധ്യാത്മസംജ്ഞിതം, അധ്യാത്മജ്ഞാനമാകുന്ന ഈ രഹസ്യത്തിനെ യത് ത്വയാ ഉക്തം, യാതൊന്നാണോ അങ്ങയാൽ പറയപ്പെട്ടത്, വചഃ, ആ വാക്കുകൊണ്ട്, തേന വചസ അയം മോഹ, എന്റെ ഈ മോഹം, ജീവിതത്തിനോടുള്ള ഈ കൊതി, ആഗ്രഹം, വാസന, വിഗത, പതുക്കെ വിട്ടുപോയിരിക്കുന്നു ഭഗവാനെ. മോഹോയം വിഗതോ മമ, എന്റെ മോഹം എന്നെ വിട്ടുപോയിരിക്കുന്നു. അവിവേക ബുദ്ധി അപഗത, എന്നെ വിട്ടുപോയിരിക്കുന്നു. ഇത്രയും പറഞ്ഞ് അതുമാത്രമല്ല, നോക്കൂ, ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോ മയാ ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യമപി ചാവ്യയം. ഭവാപ്യയൗ ഹി, ഭവഃ ഉത്പത്തി, അപ്യയഃ പ്രളയഃ, തൗ ഭവാപ്യയൗ. ഈ ഭൂതാനാം ഭവാപ്യയൗ, സൃഷ്ടി, സ്ഥിതി, സംഹാരം മുതലായിട്ടുള്ളതൊക്കെ എങ്ങനെ ഉദിക്കുന്നു, നിൽക്കുന്നു, ലയിക്കുന്നു, ഇതൊക്കെ ഭഗവാനെ അങ്ങയുടെ അടുത്തുനിന്ന് ഞാൻ കേട്ടു. സംക്ഷേപതഃ മയാ ശ്രുതൗ, കേൾക്കപ്പെട്ടു. ജനനമും ഭഗവാന്റെ അടുത്തുനിന്നാണ്, ലയമും ഭഗവാന്റെ അടുത്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അവിടുത്തെ മാഹാത്മ്യവും ഞാൻ ഈ വിഭൂതി യോഗത്തിൽ കേട്ടു. ഈശ്വരന്റെ മഹിമയും പല രൂപത്തിൽ, എന്തൊക്കെ രൂപത്തിൽ പ്രകാശിക്കുന്നുവെന്നും ആത്മാവായി പ്രകാശിക്കുന്നുവെന്നും ഒക്കെ തന്നെ കേട്ടു. ഇപ്പൊ കേട്ടുകഴിഞ്ഞിപ്പോ എന്താ റിക്വസ്റ്റ്, ആഗ്രഹം എന്താ എന്ന് വെച്ചാൽ അതാണ് അടുത്ത ശ്ലോകം. ഏവമേതദ്യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. ഭഗവാന്റെ അടുത്ത് പറയാണ്, ഹേ പുരുഷോത്തമ, പുരുഷശ്രേഷ്ഠ, ഹേ ഈശ്വര, ഏവം ഏതദ് യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര, അങ്ങ് എങ്ങനെ പറഞ്ഞു അങ്ങനെ തന്നെ, ഹേ പരമേശ്വര, ഹേ ഈശ്വര, തേ രൂപം ദ്രഷ്ടും ഇച്ഛാമി, അങ്ങയുടെ ആ ദിവ്യ ഐശ്വരം രൂപം ദ്രഷ്ടും ഇച്ഛാമി, ആ ഈശ്വര സ്വരൂപത്തിനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ ജ്ഞാന ഐശ്വര്യ ബല ശക്തി വീര്യ തേജോഭിഹി സമ്പന്നം ഐശ്വരം വൈഷ്ണവം രൂപം, സർവവ്യാപിയായിട്ടുള്ള ജ്ഞാനം, ഐശ്വര്യം, ശക്തി, ബലം, തേജസ്, വീര്യം എന്നുള്ളതോടുകൂടി സമ്പന്നം. ഇതാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ 6 ഉള്ളതാണ്. ജ്ഞാനം, ഐശ്വര്യം, ബലം, ശക്തി, വീര്യം, തേജസ്. ഈ 6 ചേർത്തി ഭഗം എന്ന് പറയും. ആ ഭഗം ആർക്കുണ്ടോ അത് ഭഗവാൻ. ജ്ഞാനം ഉണ്ടാവണം, ശക്തി ഉണ്ടാവണം, ഐശ്വര്യം ഉണ്ടാവണം, ബലം ഉണ്ടാവണം, വീര്യം, തേജസ്. ഇതെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവിടുത്തെ ദിവ്യരൂപം. അങ്ങനെയൊന്നും നമ്മൾ കാണുന്നല്ലോ ലോകത്തിൽ. എല്ലാം ലിമിറ്റഡ് ആണ്, എല്ലാത്തിലും അറിവില്ല, ശക്തിവിശേഷമില്ല, തേജസ്സില്ല. അത് ഇത്തിരി എവിടെയെങ്കിലുമൊക്കെ സ്ഫുരിക്കുമ്പോൾ വിഭൂതി എന്ന് പറയണു. ഇതുകൊണ്ട് സമ്പന്നമായിട്ടുള്ള ഈശ്വരന്റെ സ്വരൂപം, അപൂർണ വസ്തുവിന്റെ സ്വരൂപം, ശക്തിയായിട്ട്. നമുക്ക് ശക്തി, ഇതൊക്കെ ശക്തിയാണ്. ജ്ഞാനം ഒരു ശക്തിയാണ്,
ആത്മജ്ഞാനം ജ്ഞപ്തി, ആ ബോധത്തിന്റെ സ്വരൂപം പ്രകടനമാവുമ്പോ അത് ചിത്കലയാണ്, അതൊരു ശക്തിയാണ്. ഐശ്വര്യം, തേജസ്, ബലം ഇതൊക്കെ കൊണ്ടുള്ള ഈശ്വരസ്വരൂപത്തിനെ സാക്ഷാത്കരിക്കാനായി എനിക്ക് അർഹതയുണ്ടെങ്കിൽ ഭഗവാനെ കാണിച്ചു തരൂ. കണ്ണു തുറന്ന് ഇന്ദ്രിയവേദ്യമായ പ്രപഞ്ചമണ്ഡലത്തില് ഞാൻ അവിടുത്തെ സാക്ഷാത്തായിട്ട് കാണാൻ ആശിക്കുന്നു, ത്രിപുടിഹീനമായി കാണാൻ ആശിക്കുന്നു. ഇതോ ധ്യാനിച്ച് സമാധിസ്ഥിതിയിൽ മാത്രമല്ല, കണ്ണു തുറന്ന് വിശ്വം കാണുമ്പോ ഇവിടെ മുഴുവനും എല്ലാത്തിലുമായിട്ട് വീക്ഷാമേ ദിശ ചാക്ഷുഷീം സകരുണാം ദിവ്യൈഹി ചിരം പ്രാർത്ഥിതാം ശംഭോ ലോകഗുരോ മദീയ മനസഃ സൗഖ്യോപദേശം കുരു. വീക്ഷാമേ ദിശ ചാക്ഷുഷീം, കണ്ണുകൊണ്ടുകൊണ്ട് കാണുകയാണ്. ചാക്ഷുഷി, ചാക്ഷുഷി ദീക്ഷാം കുരു എന്നും പറയാം. ദീക്ഷാമേ ദിശ ചാക്ഷുഷി, അവിടുത്തെ ദീക്ഷ കൊണ്ട് വീക്ഷാമേ ദിശ, എനിക്ക് കണ്ണ് തുറന്നുകൊണ്ട് തന്നെ പ്രപഞ്ചം കാണുമ്പോ ഇവിടെ എല്ലാത്തിലും ഐ ഹാവ് ടു സീ ദ ഡിവൈൻ പ്രസൻസ്. അതൊരു ആനന്ദസ്ഥിതി അല്ലേ? അതിലാണ് നമ്മള് മഹാപുരുഷന്മാരുടെ പൂർണ്ണത്വം കാണുന്നത്. എന്ത് കണ്ടാലും ഒരു ആനന്ദം. നദി കണ്ടാലും മല കണ്ടാലും മരം കണ്ടാലും സ്ത്രീയെ കണ്ടാലും പുരുഷനെ കണ്ടാലും കുട്ടികളെ കണ്ടാലും നല്ലത് ചീത്ത ഒരു ദോഷ ദൃഷ്ടി അവരുടെ ഉള്ളിലില്ല. എല്ലാത്തിൻ്റെ ഉള്ളിലും ആ ഈശ്വര സ്ഫൂർത്തിയെ ഒരു പ്രത്യേക രീതിയിൽ ഏതോ ചമത്കാരത്തിൽ കണ്ട് 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 അനുഭവിക്കുന്ന ഒരു സമാധിസ്ഥിതി. അത് വന്നു കഴിയുമ്പോ പിന്നെ നമുക്ക് ഈ വ്യവഹാരത്തിലൊന്നും വിഷമം ഉണ്ടാവില്ല. കാരണം വ്യവഹാരം എന്ന് പറയുന്നത് ഈശ്വരന്റെ ശക്തിയാണ്. ആ ശക്തിയിൽ മുഴുവൻ ഈശ്വര സാന്നിധ്യത്തിന് എല്ലാ ഫോമിലും, ഓൾ മാനിഫെസ്റ്റഡ് ഫോം. അപ്പോഴാണ് മന്ത്രം, ഉപനിഷത്ത് മന്ത്രം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത്തെ. സമാധിസ്ഥിതിയിൽ പൂർണ്ണത്തിനെ അനുഭവിച്ചു, വ്യവഹാരത്തിൽ വരുമ്പോൾ ഇവിടെ ഒക്കെ പൂർണ്ണം. ഈ ശക്തിയുടെ പ്രകടനം മുഴുവൻ പൂർണ്ണം. എല്ലാറ്റിലും ഭഗവാനെ കാണുന്നു, എല്ലാ രീതിയിലും ഭഗവാനെ കാണുന്നു. എന്തു കാണുമ്പോഴും ജ്ഞാനിക്ക് സമാധിയാണ്. ഏത് കാണുമ്പോഴും ജ്ഞാനിക്ക് ഒന്നിനോട് രാഗമോ ദ്വേഷമോ കാമമോ അസൂയയോ ചെറിയ ചെറിയ ഒരു വികാരങ്ങളുടെ ഒരു തള്ളിച്ചയ്ക്ക് പകരം അവിടെ പ്രബലമായ വരമ്പില്ലാത്ത ഒരു ഭാവമേ ഉള്ളൂ. അതാണ് ആകാശകൽപ്പജ്ഞാനം എന്ന് പറഞ്ഞു. അങ്ങനെ ഈശ്വരനെ കാണുന്ന ആ വിദ്യ, ആ ചാക്ഷുഷി വിദ്യയെ എനിക്ക് യോഗ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉപദേശിച്ചു തരൂ ഭഗവാനെ. അതാണ് ഭാഗവത്തില്, ചതുശ്ലോകി ഭാഗവത്തിൽ ഭഗവാൻ ആശീർവദിച്ച് പറയണ യാവാനഹം യഥാരൂപോ യഥാഭാവോ യദ്രൂപ ഗുണകർമ്മകഃ തഥൈവ തത്വവിജ്ഞാനമസ്തുതേ മദനുഗ്രഹാത്. എന്റെ അനുഗ്രഹം കൊണ്ട് തത്വജ്ഞാനം ഉണ്ടാവട്ടെ നിനക്ക്. ഞാൻ ആരാണ്, എത്രയുണ്ട്, എന്തൊക്കെ രൂപത്തിലുണ്ട്, എങ്ങനെയുണ്ട്, എല്ലാം. അതാണ് അർജുനൻ ചോദിക്കണു, മന്യസേ യദി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ പരമേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. ഹേ പരമേശ്വര, ഹേ സർവേശ്വര, ഹേ യോഗേശ്വര, മന്യസേ യദി തത് ശക്യം മയാ ദ്രഷ്ടും, എനിക്ക് അത് കാണാൻ സാധിക്കുമെന്ന് അവിടത്തേക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഹേ പ്രഭു പരമേശ്വര ദർശയ മേത്വം, അവിടുന്ന് തന്നെ കരുണ കൊണ്ട് എനിക്ക് ആ രൂപം, അലൗകികമായ വിശ്വരൂപത്തിനെ കാണിച്ചു തരൂ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശ്വരൂപ ദർശനം തരൂ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആത്മാനം ദർശയ, അവിടുത്തെ ദിവ്യരൂപം എനിക്ക് പ്രകടിപ്പിച്ചു തരൂ, പ്രകാശിപ്പിച്ചു തരൂ എന്ന് അർജുനൻ വിശ്വരൂപ ദർശനത്തിനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഈ തുടർന്ന് നമ്മള് വിശ്വരൂപ ദർശനം നമ്മൾ നാളെ വൈകുന്നേരം കാണാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.